കാട്ടാന ആക്രമണം തുടർക്കഥയാകുമ്പോൾ ഭയപ്പാടിലാണ് തോട്ടം തൊഴിലാളികളുടെ ജീവിതം. ആനക്കലിയിൽ ശാന്തൻപാറ ചിന്നക്കലാൽ മേഖലകളിൽ മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 44ആയി. സർക്കാർ ഉറപ്പു നൽകിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും നടപ്പിലായില്ലെന്നും ആക്ഷേപമുണ്ട്. പൂപ്പാറ ചിന്നക്കനാൽ മേഖലകളിലെ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവരുടെ ഉള്ളിൽ തീയാണ്. ഏതു നിമിഷവും കാട്ടാനകളുടെ മുന്നിൽ പെടാം. ജീവൻ പോലും നഷ്ടമായേക്കാം. സാഹചര്യം ഇങ്ങനെയാണെങ്കിലും പണിക്ക് പോകാതിരിക്കാനാവില്ല. കുടുംബം പട്ടിണിയിലാകും. ഓരോ ദിവസവും പണി കഴിഞ്ഞ് വീട്ടിലെത്തിയാലേ തൊഴിലാളികൾക്ക് തെല്ലാശ്വാസമാകൂ. வேலைக்கு போகும்போது நமக்கு வந்து பாதுகாப்பு கிடையாது. வாட்சர் மாதிரி யாரும் இல்லை. நமக்கு போகிறதுக்கு பயந்து அன்னாள் ஜோலிக்கு போகும்போது நமக்கு பயங்கர பேடியா. எப்போ என்ன நடக்கும் என்ன ஆகும் அப்படிங்கிற நமக்கு ஒரு உத்தரவாதம். நம்ம உயிருக்கு எஸ்டேட்டில் வேலையிருந்து 193 தொழிலாளிக்கு உத்தரவாதம் கிடையாது. இவரத்துள்ள தொழிலாளிக்கு HML കമ്പനിയിൽ ഒരു ഉത്തരവാദം ഇല്ല. വാച്ചർമാരില്ല. 2023 ശേഷം വനം വകുപ്പ് ദേവികുളം റേഞ്ചിലെ ശാന്തൻപാറ ചിന്നക്കനാൽ സെഷനുകളിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 44ആയി. ഒടുവിലത്തെ ആളാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മരണമടഞ്ഞ പരിമളം. പന്നിയാറിൽ പരിമളത്തെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പിടിയാനക്കൂട്ടം നിലവിൽ ആഴ്ചകളായി ഭീഷണി ഉയർത്തുകയാണ്. 6 மாத காலமாக காட்டானுடைய சல்லியம் வந்து இந்த பூப்பாறை மேഖല சாந்தம்பாறை பஞ்சாயத்தில் பச்சைக்குளரா பூப்பாறை 1வது வார்டு 2வது வார்டு பகுதியில் வந்து அதிகமான ஒரு ஆக்கிரமிப்பு வந்து அதிகமாக இருந்துச்சு. சமீபத்தில் கூட வந்து பார்த்தீங்கன்னா ஒரு வாட்சரை அடித்து இறந்த இடத்துல கூட நாங்கள் வந்து போராட்டம் பண்ணி பார்த்தோம். இப்பவும் பாருங்க, நேற்று நடந்த சம்பவத்தில் பரிமளாங்கிற ஒரு பெண் தொழிலாளி வந்து காட்டு யானை தாக்கி அவங்க இறந்துருக்காங்க. ஸோ இன்னைக்கு நாங்கள் போராடிக்கிட்டு தான் இருக்கோம். இந்த காட்டு யானை தாக்கி நிறைய பேரோட இங்கே உயிரிழப்பு நடந்துகிட்டு இருக்கு. இந்த கம்பெனி நிர்வாகம் இன்ன வரைக்கும் எந்த ஒரு முடிவெடுக்க എടുക്കില്ല. തോട്ടങ്ങളിൽ വാച്ചർമാരെ നിയമിച്ച് കാട്ടാനയുടെ സാന്നിധ്യം നിരീക്ഷിച്ച് തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ല. സുരക്ഷാ മാർഗങ്ങൾ ഒരുക്കുമെന്ന വനം വകുപ്പിന്റെ തീരുമാനങ്ങളും നടപടിയില്ലാതെ നീളുകയാണ്. അധികൃതരുടെ അലംഭാവം തുടരുമ്പോൾ പൊലിയുന്നത് ഒരു നേരത്തെ അന്നത്തിനായി തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവനുകളാണ്. ന്യൂസ് 18 ഇടുക്കി.